ഹായ്, ഞങ്ങളിന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങളുടെയൊക്കെ സ്ഥലത്തോ മഴയുണ്ടോ? അപ്പോൾ കുറച്ച് നേരമായി നല്ല മഴയാണ് ഇവിടെ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അതിനകത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അരയ്ക്കാനുള്ള തക്കാളിക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വറുത്ത് കോരാനുള്ള സവാള കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കിസ്മിസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അരപ്പിനുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില. അരി വേകാനുള്ള വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് അതിനകത്തിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളത്തിന് ചെറുതായിട്ട് തിള വരുന്നതേ ഉള്ളൂ, നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വറുത്ത് കോരി കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ടേ. പാൻ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പിട്ട് വറുത്ത് കോരാം. നമ്മൾ അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതും കോരി മാറ്റി വെക്കാം. നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ശകലം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അരി കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇല്ലെങ്കിൽ സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ അരി എല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി വേകുമ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കാം. നമുക്കിനി സവോള ഒന്ന് വറുത്ത് കോരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന നെയ്ക്കകത്തിലേക്ക് സ്വല്പം ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള വറുത്ത് കോരാനായിട്ട് ഇടാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാകമാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി പാത്രത്തിൽ മാറ്റി വെക്കാം. നമുക്കിനി മുട്ടയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം എണ്ണയിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നു. സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള വറുത്ത് കോരിയ എണ്ണയ്ക്കകത്തിലാണ് ഈ പൊടികളെല്ലാം ഇട്ടത്. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ ചൂടായി തന്നെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടത്. ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം മുട്ടയിലേക്ക് ചേരണം. നമ്മുടെ മുട്ട രണ്ട് വശവും ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെയും കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ തക്കാളിക്കയുടെ പച്ച രുചിയൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ അരി വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മുടെ തക്കാളിക്ക എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ അരപ്പുമായിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ.
നമ്മൾ ബിരിയാണി ചോറെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പാത്രത്തിനകത്തിലാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനിയും ചെയ്യാൻ പോകുന്നത് ഈ പാത്രത്തിലാണേ. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട പിന്നെ സവാള ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരുന്ന അരപ്പ് നമുക്ക് ഈ ഓയിലിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളതെല്ലാം ആ അരപ്പെല്ലാം ആ പാത്രം നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചോറിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടതാണ്. പിന്നെ ഈ മസാലയിലേക്കൂടെ നമ്മൾ അല്പം ഉപ്പ്, ശകല ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഈ അരപ്പിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണേ. അതിനകത്തിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന നമ്മുടെ മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാമേ. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കുകയാണേ. നമ്മുടെ ഒരു ലെയർ ചോറിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാമേ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അതും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കും ബാക്കി ഉണ്ടായിരുന്ന വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണേ. സ്വല്പം മല്ലിയിലയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്വല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചോറ് എല്ലാം കൂടെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ മൊത്തം ഇളക്കി നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ബിരിയാണി തയ്യാറായിരിക്കുകയാണ്. നമ്മളിവിടെ മുട്ട ബിരിയാണിയുടെ കഴിക്കാൻ കൂടെയുള്ളത് പപ്പടവും സലാഡുമാണ്. അച്ചാർ വേണ്ടുന്നവർക്ക് അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമാകുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബായ്.